നമ്മൾ കൂട്ടുകാരെ പോലെയാണ് എൻ്റെ മകളും ഞാനുമായിട്ട് നമ്മൾ 4 പേരും പോയിക്കൊണ്ടിരുന്നത്. ഇവ എന്ന് ഇത് അത് തൊട്ട് എൻ്റെ ഇത് ഇപ്പോൾ 2 മാസം കൊണ്ട് ഒരു അറസ്റ്റ് ചെയ്തല്ലോ. അത് അച്ഛനെ ചോദ്യം ചെയ്യണം ആദ്യം, അങ്ങനെ വരെ സോഷ്യൽ മീഡിയയിൽ കമന്റ് വന്നു പറയാം. ഇപ്പൊ സോഷ്യൽ മീഡിയ വെച്ച് കഴിഞ്ഞാൽ നമ്മളും കൂടെ ഇതേ കണക്ക് ചെയ്യണമെന്നാണ്, അതും അറിഞ്ഞുകൂടാ. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആദിത്യ വീട്ടിൽ തൂങ്ങി മരിച്ചു. സോഷ്യൽ മീഡിയയിൽ ആദിത്യയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള മോശം കമന്റുകളാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നായിരുന്നു ആദ്യം പുറത്തറിഞ്ഞ കാരണം. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്നത് വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ച നെടുമങ്ങാട് സ്വദേശി ബിനോയ് എന്ന യുവാവാണ് മരണത്തിന് ഉത്തരവാദി എന്നാണ് ആദിത്യയുടെ അച്ഛൻ്റെയും സഹോദരൻ്റെ വാക്കുകളിലേക്ക്. ചാനലുകൾ മൊത്തം പറഞ്ഞേക്കുന്ന ഇത് കമൻസുകൾ വന്ന് അവർക്ക് മാനസികമായിട്ട് തകർന്ന് അങ്ങനെ ഒരു വിധത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ ഒക്കാതെ രീതി മരിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ സംഭവമല്ലല്ലോ. കമൻസുകളൊക്കെ വന്നതാണ്. പക്ഷെ അതിനെക്കുറിച്ച് പക്ഷേ അതൊന്നുമല്ല എൻ്റെ മകൾ. കാരണം എന്തൊരു ഇത് വന്നാലും അവൾ നല്ല ജീവിക്ക് നിന്ന് ഇതായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു എൻ്റെ മകളായിരുന്നു. അപ്പോൾ എന്തുണ്ടെങ്കിലും അവൾ പറയും. അപ്പം മരിച്ചത് എൻ്റെ മോൾ ഇത് ചെയ്തത് അവൻ ഒറ്റൊരുത്തം തന്നെയാണ്. വേറെ കമന്റ്സ് എടുത്തൊന്നും അല്ലെന്നാണ് പറയുന്നത്. ഇവർ തമ്മിൽ എങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ആവുന്ന വല്ല മോൻ അറിയായിരുന്നു? ഇവർ തമ്മിൽ കൂട്ടാവുന്ന എങ്ങനെയായിരുന്നു? ഇൻസ്റ്റ വഴിയുള്ള പരിചയം തന്നെയാണ്. ഇൻസ്റ്റ വഴിയാണ് പരിചയം. ഈ സംഭവം ഈ ബിനോയായിട്ടുള്ള ബന്ധങ്ങൾക്ക് ഈ സഹോദരൻ മോൻ അറിയായിരുന്നോ? അധികം ഒന്നും അറിഞ്ഞുകൂടിയായിരുന്നു. പിന്നെ റിലേഷനിലായെന്നൊക്കെ അറിയായിരുന്നു. എന്നിട്ട് ഇവൻ്റെ ഈ പോക്ക് അല്ലെങ്കിൽ ഒരു വൃത്തിയുടെ ഒരാണെന്ന് അറിയത്തില്ലായിരുന്നോ? അറിയില്ല. ഇവരുടെ ബന്ധം അറിഞ്ഞപ്പോൾ പോലും ഇവനെ അകറ്റാൻ നിങ്ങൾ ശ്രമിച്ചില്ലായിരുന്നോ? ഞാൻ എൻ്റെ മകളിൽ പറഞ്ഞിരുന്നു നമുക്ക് അതൊന്നും വേണ്ട മേളെന്നുള്ളു. പിന്നെ ഞാൻ പറഞ്ഞില്ല പ്രായങ്ങളതാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ട് പിന്നെ കരച്ചിലായി. ശരി നമുക്ക് ഇപ്പം നിങ്ങൾ പഠിക്കുക, നമുക്ക് വീട്ടുകാരായിട്ടൊക്കെ സംസാരിച്ച് ജോലിയൊക്കെ ഇട്ട് നമുക്ക് അതൊക്കെ ആലോചിക്കാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ അവർ ഇതിലാണ് ഈ ഒരു വീഡിയോയുടെ കേസും. എനിക്ക് അച്ഛൻ ഇതിനെപ്പറ്റി അറിയത്തില്ല. ഈ ഇൻസ്റ്റ എന്താണെന്നോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് അറിയില്ല. അതൊന്നും എനിക്ക് അറിയത്തില്ല. കാരണം എനിക്ക് അത്രയ്ക്കുള്ള ആ ഒരു ഇതേ ഉള്ളൂ, പഠിത്തം അതൊക്കെ ഉള്ളൂ. പക്ഷെ ഇവർ വീഡിയോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിയാം, എന്താണെന്ന് പക്ഷെ അറിയത്തില്ല. വീഡിയോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിയാം. ഇന്ന് വീഡിയോ എടുക്കാൻ പോകണം വെച്ചാൽ ആളുടെ അത് ബിനോയ് വിളിക്കുന്നു ഞാൻ പറയും. അപ്പം പോകുമ്പം പിന്നെ ഞാൻ ഒന്നും പറയില്ല. കാരണം അവർ നല്ല ഫ്രണ്ട്സ് സുഹൃത്ത് നല്ല ഇതായിട്ടെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇത്ര ഇതുള്ളവനാണെന്ന് നമുക്കറിയാൻ പറ്റില്ലല്ലോ. ഈ വീഡിയോ അവർ ചെയ്യുന്ന പൈസ കിട്ടിയിട്ടുള്ള വരുമാനം അവർ ഉണ്ടാകുന്നുമുണ്ട്. ഈ ആദ്യത്തേക്ക് കുറച്ച് 10,000 രൂപ കിട്ടുകൊണ്ട് 2,000 കൊടുക്കും, ബാക്കി 8,000 അടിച്ചു മാറ്റും. അങ്ങനെയൊക്കെ അല്ലേ? ആദ്യത്തേക്ക് ഗൂഗിൾ പേ അക്കൗണ്ട് ഇല്ല. പിന്നെ ക്യാഷ് എല്ലാം അവൻ്റെ ഇതിലാണ് പോകുന്നത്. ഈ പരസ്യം ചെയ്യുന്ന പൈസ മുഴുവൻ അവനാണ് എടുക്കുന്നത്. ആദ്യത്തേക്ക് പൈസ കൊടുക്കത്തില്ല. ആവശ്യങ്ങൾക്ക് സാധനം വാങ്ങിക്കാൻ മാത്രം പൈസ അതിൽ നിന്ന് എടുക്കും, കൊണ്ടുപോയി വാങ്ങിച്ചു. അല്ലാതെ കയ്യിൽ പൈസ വെച്ചിരിക്കാൻ അങ്ങനെ കൊടുക്കില്ല. നിങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളായിരുന്നോ? സുഹൃത്തുക്കളായിരുന്നു ചോദിച്ചാൽ കാണുമ്പം ഉള്ള ഇതല്ലാതെ വേറെ വലിയൊരു ഇത് ഇല്ല. വല്ലപ്പോഴും വീഡിയോ എടുക്കാൻ വിളിക്കും, അങ്ങനെ പാവമുള്ള ഒരു ഇതേ ഉള്ളൂ, അല്ലാതെ വലിയ ഇതില്ല. ഈ വീട് ശരിക്കും പറഞ്ഞ ഒരു ഞാനിപ്പോൾ തുറന്നു നോക്കി ഒരു മകനായിട്ടല്ലേ മരുമകനായിട്ട് തന്നെ നിങ്ങൾ ഉൾക്കൊണ്ട് കല്യാണം നടത്തുക എന്നുള്ള രീതിയിൽ തന്നെ എത്തിച്ചല്ലേ? അത് സംസാരിക്കാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇടയ്ക്ക് അയാളെ വീട്ടിൽ പോയി സംസാരിച്ചു. അമ്മയൊന്നും സംസാരിക്കില്ല, ഒന്നും സമ്മതിക്കില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് അങ്ങനെ പോട്ട്. കാരണം നമ്മൾ അങ്ങനെ ഇല്ലാതായി പോകണമെങ്കിൽ ഒക്കെ പോയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. എന്നാലും എൻ്റെ നല്ല സ്നേഹത്തിലൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഞാൻ കാണുമ്പോൾ ഇവിടെ ഒരു ഇപ്പോൾ വന്നെന്ന് നോക്കിയപ്പോൾ ഇപ്പോൾ വന്നേ ഉള്ളൂ എന്നൊക്കെ പറയും. സ്വാതന്ത്ര്യം ഇവിടെ കൊടുത്തു. ഇവിടെ ഇവിടെ വരുമായിരുന്നു. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാൻ പോയില്ല. ഇങ്ങനെ വീഡിയോ എടുക്കാൻ പോകുമ്പം അവർ ആ ഒരു ഇതിൽ പോകുന്നു. നമുക്ക് ഇങ്ങനെ ഒരു ചതിയാണെന്നുള്ളതൊന്നും മകളെ നല്ല വിശ്വാസമായിരുന്നു താനും. പിന്നെ നല്ലതായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. യഥാർത്ഥത്തിൽ ഇവൻ ഈ പറയുന്ന ഇവർ വീട്ടുകാരായിട്ട് കല്യാണത്തിൻ്റെ കാര്യം എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടാവുമോ? നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടോ? അവൻ്റെ വീട്ടുകാരും ചേട്ടനോട് സംസാരിച്ചിട്ടുണ്ടാവുമോ? ഇല്ല. ഞാൻ പറഞ്ഞിട്ടുള്ള ഇതേ നിങ്ങളിപ്പോൾ പഠിച്ച് നല്ല ജോലി ചെയ്ത് നമുക്ക് ആലോചിക്കാം. എൻ്റെയും ബന്ധുക്കളൊക്കെ ഉണ്ട്, നമുക്ക് അതൊക്കെ ആലോചിച്ച് നമുക്കത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ എന്തായിരിക്കും പെട്ടെന്ന് ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു തോന്നൽ? കാര്യം ഒന്നാമത് സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന കുട്ടിക്ക് നല്ല ധൈര്യം വേണം, സമൂഹമായിട്ട് നല്ല ബന്ധമുണ്ട്. എന്തുകൊണ്ടായിരിക്കും? അതാണ് എനിക്ക് അറിഞ്ഞില്ലാത്തത്. കാരണം എന്ത് വന്നാലും നേരിടുന്നതാണ് എൻ്റെ അമ്മ. നല്ല പക്വത വെച്ചായിരുന്നു. കാരണം എനിക്ക് ഞാനൊരു ചെറിയ വിഷമത്തിരുന്നാലും എൻ്റെ മോൾ എന്നെ നല്ല ഇതായിട്ട് നല്ല ഇത് പറഞ്ഞു എന്നൊക്കെ അപ്പോൾ പെട്ടെന്ന് ഈ 2 മാസം കൊണ്ട് എൻ്റെ മോൾക്ക് എന്ത് പറ്റുന്നുണ്ട്. ഞാൻ ഒരു മക്കളെ ചോദിക്കുന്നത് ദേഷ്യവും അങ്ങനെ ഇരിപ്പ് കുറക്കുമില്ല. ഒരു 2 മാസം കേട്ടോ? ആണോ ചേച്ചി? ഒത്തിരി മാറിപ്പോയി 2 മാസമായിട്ട്. ആഹാരം കഴിക്കില്ല. ബ്രേക്കപ്പ് ആയതിനു ശേഷം ഈ 2 മാസം മുമ്പ് ഇവർ തമ്മിൽ തെറ്റി പിരിഞ്ഞു. ആ കാരണം എന്തോ പറയുന്നേ?
കാരണം വ്യക്തമായിട്ട് പറഞ്ഞു. കാരണം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇടയ്ക്ക് പറഞ്ഞു വേറെ പെണ്ണുങ്ങളായിട്ട് എന്നൊക്കെ പറയണത്. അപ്പോൾ വേറെ പെണ്ണുങ്ങളുടെ ബന്ധം അറിഞ്ഞപ്പം ആദ്യത്തെ അതിൽ നിന്ന് പിന്മാറി. ഇവർ തമ്മിൽ തെറ്റി. അതിനുശേഷം ഇവള് മാനസികമായിട്ട് ശരീരം ഒത്തിരി അങ്ങ് തകർന്നു. പിന്നെ 2 മാസമായിട്ട് ഒരു ഊടും ഇല്ല, ഉറക്കമില്ല, ഒറ്റ ഇരിപ്പായിരുന്നോ? മോളെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. അന്ന് ഈ സംഭവം നടന്ന സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു, ആരും ഇല്ലായിരുന്നോ? ഞാൻ ഉണ്ടായിരുന്നു, എൻ്റെ മകൾ ഉണ്ടായിരുന്നു. അന്ന് ഭയങ്കര സന്തോഷമായിരുന്നു എൻ്റെ മകൾ. അന്ന് നമ്മൾ ഒരുമിച്ച് കാപ്പിയൊക്കെ കുടിച്ച് നല്ല സന്തോഷത്തിൽ പോയി കിടന്നു. അതിന് കുറച്ച് ദിവസം മുമ്പേ ഇതേ കണക്ക് ബിനോയെ കളിച്ചു. അപ്പം ബിനോയത്ത് സംസാരിക്കാൻ വന്നപ്പോൾ അങ്ങനെ തെറി വിളിച്ച് ഓട്ടിച്ച് ബിനോയ് ഓടിച്ചോ? അങ്ങനെ അന്ന് ഇവിടെ വന്നിരുന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. രാത്രിയൊക്കെ ആകുമ്പോൾ ഉറക്കമില്ലാതെ എനിക്ക് മെസ്സേജ് ഒക്കെ ഇടും. എനിക്ക് പറ്റണില്ല. ആർക്കും? നിനക്ക് മോനെ മെസ്സേജ് ഇടുമോ? എനിക്ക് പറ്റുന്നില്ല, അവനില്ലാതെ പറ്റത്തില്ലെന്നോ? പറ്റുന്നില്ല, ഇല്ല പോയത് എല്ലാവരും പറയും ഒരു ബ്രേക്കപ്പ് അല്ലേ, ഇത്ര ഏജ് അല്ലേ, ഒരാൾ ഒരു മനസ്സിൽ എത്രത്തോളം ഇതായി എന്ന് ആർക്കും അതറിഞ്ഞൂടല്ല. എല്ലാവർക്കും പറയായു ഇത്ര വയസ്സല്ലേ ആയു, അങ്ങനെ പറയാനേ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ ആദ്യത്തെ വളരെ സീരിയസ് ആയിട്ട് അവനെ സ്നേഹിച്ചത് നല്ല രീതി. അവൻ തേപ്പായിരുന്നു അല്ലേ? നിങ്ങൾക്ക് ഒരു ഘട്ടത്തിൽ പോലും മനസ്സിലാവുന്നുമില്ല. എന്നിട്ട് ഇങ്ങനെ ഇവൻ ഇത്തിരി വൃത്തികെട്ടവനാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു മനസ്സിലാക്കാൻ അന്നേരവും ചേട്ടൻ ശ്രമിക്കുന്നില്ലായിരുന്നോ? ശ്രമിച്ചപ്പോൾ അവൾ കേൾക്കുന്നില്ലായിരുന്നോ? ഞാൻ പറഞ്ഞു മകളെ, എൻ്റെ മകളുടെ ഞാൻ പറഞ്ഞു, മക്കളെ പോയിട്ട് നമുക്കതൊന്നും നോക്കണ്ട, മക്കൾ വീഡിയോ ഒക്കെ ചെയ്ത് നല്ല. കാരണം എൻ്റെ മോള് എനിക്ക് വിഷമിക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞു അത്രയും നമ്മൾ കൂട്ടുകാരെ പോലെയാണ് എൻ്റെ മകളും ഞാനുമായിട്ട് നമ്മൾ 4 പേരും പൊയ്ക്കൊള്ളില്ല. ഇവ എന്ന് ഇത് അതുകൊണ്ട് ഇത് ഇപ്പോൾ 2 മാസം കൊണ്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് കമന്റുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒരുപാട് സൈബർ അറ്റാക്ക് കാരണം അതൊരു കാരണമേ അല്ല അല്ലേ? ഒരു കാരണമല്ല. അത് കാരണം വിഷമമില്ല, സൈബർ അറ്റാക്കിലൊക്കെ വിഷമമുണ്ട്. പക്ഷെ അതിൽ വരുന്നില്ല, അവൾ പ്രതികരിക്കുന്നുണ്ട്. ഈ സൈബർ അറ്റാക്ക് ചെയ്യുന്നത് ഇവന്റെ സുഹൃത്തുക്കളാണോ അതോ വേറെ പബ്ലിക് ആയിരുന്നോ? പബ്ലിക് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അവളുടെ കൂടെ പഠിച്ച ഗേൾസ്, ഈ ഭാഗത്തൊക്കെ ഉള്ള ബോയ്സ്, വേറെ ശത്രുതയുള്ളവര്, അങ്ങനെയാണ്. അതൊക്കെ അവൾ തിരിച്ച് പ്രതികരിക്കും ഉണ്ടായിരുന്നു. അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ചുരുക്കുമ്പോഴത്തേനും ബോൾഡർ കുട്ടി എന്തുകൊണ്ട് ആ നിമിഷം അങ്ങനെ ചെയ്യുന്നുള്ള ഇപ്പോഴും നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. അന്ന് ഇവരോട് ഫോൺ വല്ല സംഭാഷണം നടത്തി കാണുമായിരിക്കും ഈ ബിനോയോട്ട്? ബിനോയെ പറ്റി ഒരു കൂട്ടുകാരെടുത്ത് വിളിച്ച് ഉച്ചയ്ക്ക് കരഞ്ഞു, അങ്ങനെ പറഞ്ഞു. അതാ കാരണം പറഞ്ഞിട്ടില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇവക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവൻ തന്നെയാണ് അല്ലേ ചാ? ഉറപ്പല്ലേ? അവൻ കാരണം തന്നെ. കാരണം ഇനി ഒരു ഇപ്പോൾ പെൺകുട്ടിക്കൊന്നും ഇങ്ങനെയൊന്നും വരാൻ പാടില്ല. എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ മകള്, എൻ്റെ വേദന എനിക്കറിയാം. അതെനിക്ക് തുറന്നോട്ട് കാണിക്കുകയാണ്. എൻ്റെ വേദന എൻ്റെ ഉള്ളിൽ അവൻ ചാവണം അങ്ങനെയൊന്നും നമ്മൾ പറയില്ല. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ളോ? തെറ്റ് ചെയ്തിട്ടില്ലേ? തെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കമന്റും അങ്ങനെ എല്ലാം പറയുന്നത് എല്ലാം ഇപ്പം അവൻ്റെ തലയിൽ കൊണ്ടുവയ്ക്കണം. അവൻ കാരണം ഈ കൊച്ചിന് പോകില്ല അങ്ങനെ വരുന്നതുകൊണ്ട് അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് ഉറപ്പാണ്. അപ്പം അവരോട് പറയാനുള്ളത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ നിയമത്തിന് മുന്നിൽ വരും. നിയമത്തിന് മുന്നിൽ അവനെ കൊണ്ടുവരും. എന്തായാലും ഇപ്പം അവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ചൊരു ആശ്വാസം ഉണ്ടല്ലേ? പിന്നെ അത് കൂടുതലും നന്ദി പറയാനുള്ളത് പോലീസ് ഉദ്യോഗസ്ഥരാണ്. കാരണം ഇത്രയും പെട്ടെന്ന് തന്നെ അവർ നമ്മളെ സങ്കടം കണ്ട് ഒരു അറസ്റ്റ് ചെയ്തല്ലോ. അത് അവസാനമായിട്ട് അച്ഛനോട് പറഞ്ഞ് എന്തെങ്കിലും വാക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾ സംസാരിച്ച ഓർമ്മയുണ്ടോ അച്ഛാ? ഇപ്പോൾ എനിക്ക് അവൻ ആരാണ് മോളോട്ട് സംസാരിച്ചല്ലോ ഓർമ്മയുണ്ടോ? മോള് നല്ല അന്ന് ഞാൻ രാത്രി കാപ്പി വേണമെന്ന് പറഞ്ഞു. വെച്ചാൽ പൊറോട്ട ചിക്കനൊക്കെ വേണം എന്ന് പറഞ്ഞ് ഞാൻ രാത്രി 9:30 മണിക്ക് പോയിരുന്നു. ചിക്കൻ പൊറോട്ട ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഒരുമിച്ച് കളിച്ച് ചിരിച്ച് കഴിച്ചതാണ്. എന്നിട്ട് അവളുടെ മനസ്സിൽ അന്നൊരു തീരുമാനം എടുത്തെന്ന് വിചാരിക്കുന്നുണ്ടാവോ? ഇല്ല, ഒരു പ്രതീക്ഷയില്ല. അല്ല, അന്നേരക്ക് കളിച്ചിരിക്കുമ്പോഴും നിങ്ങളെ സന്തോഷിപ്പിച്ചിട്ട് അവളുടെ മനസ്സിൽ തീരുമാനം എടുത്തെന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ ഓർക്കുമ്പോൾ? അങ്ങനെ ഒരു ഇത് എനിക്ക് തോന്നുന്നില്ല. അപ്പം പിന്നെ എന്താ പറയും, കാരണം വെച്ച് കഴിഞ്ഞാൽ യവനുമായിട്ട് ഇങ്ങനെ അകന്ന് നിൽക്കില്ലേ മോളുടെ മക്കളെ, അവര് നല്ല ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കണം, പാറിനെ ശ്രദ്ധിക്കാൻ പറ്റി അതൊക്കെ പറയും. കാരണം ഇങ്ങനെ ചെയ്യുന്നുള്ള ആ ഒരു ഇതല്ല. ആത്മഹത്യ കുറിപ്പിൽ തന്നെ അച്ഛനും സഹോദരനൊക്കെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് പോയവളല്ലേ? അത്ര അല്ലേ അവനെ? എന്താ അതുവരെ സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ വന്നു തുടങ്ങി. എന്ത് പറഞ്ഞു? അച്ഛനും മകനും സന്തോഷമായിട്ടിരിക്കട്ടെ. അപ്പം ഈ വീട്ടുകാരെ എന്ത് ഇതുള്ളത്, അപ്പം അവരെന്തോ ചെയ്ത കണക്കല്ലേ, അങ്ങനത്തെ രീതിക്ക് അച്ഛനെ ചോദ്യം ചെയ്യണം ആദ്യം, അങ്ങനെ വരെ സോഷ്യൽ മീഡിയയിൽ കമന്റ് വന്നു തുടങ്ങി. ഇപ്പൊ സോഷ്യൽ മീഡിയ വെച്ച് ഇനി നമ്മളും കൂടെ ഇതേ കണക്ക് ചെയ്യണമെന്നാണ് അതും അറിഞ്ഞുകൂടാ.
അല്ലെ ഇങ്ങനെയുള്ളൊരു ഇപ്പം നിങ്ങൾക്ക് സംഭവിച്ചു ഇങ്ങനെയുള്ള ആൾക്കാരോട് എന്താ പറയുക ഇങ്ങനെയുള്ള ഒരുപാട് പിള്ളേർ ഇങ്ങനെയൊക്കെ നമ്മൾ വളർത്തി നമ്മൾ ഇപ്പം 18 വയസ്സ് നമ്മൾ പാടുവിട്ട് കൊണ്ടുവന്നു. പിന്നെ അവരെ കൊണ്ട് ഇപ്പോഴത്തെ രീതി അതൊക്കെ നോക്കി നല്ല രീതിക്ക് പിള്ളേരെ നോക്കി ഇങ്ങനെയുള്ള ഇതൊന്നും വിടല്ലേ എന്ന് ഒരു അപേക്ഷ മാത്രം എല്ലാ അച്ഛനമ്മമാരോടും എനിക്ക് തൊഴിൽ പറയാറുള്ളത്. സോഷ്യൽ മീഡിയ ഒരു ചതിക്കുരുക്ക് തന്നെയല്ലേ? എല്ലാം എനിക്ക് മനസ്സിലായി. എനിക്ക് അറിഞ്ഞൂടല്ലോ ഇതിനെക്കുറിച്ച്. ഇതൊക്കെ ഇങ്ങനെയാണ് എല്ലാവരും അത് മനസ്സിലാകും.